ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് സംസാരിക്കുന്നത് കോഴിക്കോടിനെ കുറിച്ചാണ്. ലോക ചരിത്രത്തിലെ മധ്യകാലഘട്ടത്തിൽ ലോകം കോഴിക്കോടിനെ വിളിച്ചിരുന്ന ഒരു പേരാണ് സത്യത്തിൻ്റെ നഗരം എന്നത്. സത്യത്തിൻ്റെ നഗരം അഥവാ സിറ്റി ഓഫ് ട്രൂത്ത് എന്ന പേര് എങ്ങനെയാണ് കോഴിക്കോടിന് ലഭിച്ചത് എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. വെൽക്കം ടു വാട്ടറിംഗ് ക്യൂരിയോസിറ്റി. സത്യത്തിൻ്റെ നഗരം എന്ന പേര് ലഭിക്കാൻ രണ്ട് കഥകളാണ് സാധാരണയായിട്ട് പറയുന്നത്. അതിലൊരു കഥ, കോഴിക്കോടിൻ്റെ പുറംകടലിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു കപ്പൽ ഒരു തകരാറ് സംഭവിക്കുകയും അതിലുള്ള ചരക്കുകൾ, വിലപിടിച്ച ചരക്കുകൾ മാറ്റേണ്ട ഒരു സാഹചര്യവും വ്യാപാരികൾക്ക് വന്നു. അവർ ചെറിയ വഞ്ചികളിൽ ആ ചരക്കുകൾ കരയിലെത്തിക്കുകയും കുറച്ച് ദിവസത്തേക്ക് അത് സൂക്ഷിക്കാൻ വേണ്ടി സാമൂതിരിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം അത് സമ്മതിക്കുകയും അവർ പോവുകയും ചെയ്തു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ മടങ്ങി വന്നു. അവർ ചരക്കുകൾ പരിശോധിച്ചു. അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ നേരത്തെ വെച്ചിരുന്ന എല്ലാ വിലപിടിച്ച വസ്തുക്കളും അതിലുണ്ടെന്ന് മനസ്സിലായി. ഇതിൽ സന്തുഷ്ടരായിട്ട്, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്നത്തെ ലോകക്രമം അനുസരിച്ച് ഇങ്ങനെ ഏൽപ്പിച്ച സാധനം തന്നെ തിരിച്ചു കിട്ടണമെന്നില്ലല്ലോ. പക്ഷേ ഇതിൽ സന്തുഷ്ടരായിട്ട് എല്ലാ വസ്തുക്കളും തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അവർ രാജാവിന് അതിൽ നിന്ന് കുറച്ച് വസ്തുക്കൾ കൈമാറാൻ ശ്രമിച്ചു. പക്ഷേ സാമൂതിരി അത് സ്വീകരിച്ചില്ല. ധാർമ്മികമായി അത് ശരിയല്ലെന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഇതിൽ സന്തുഷ്ടരായ വ്യാപാരികൾ ഈ കരയിൽ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഈ ധാർമ്മികതയിലും സത്യസന്ധതയിലൊക്കെ ആകൃഷ്ടരാകുകയും അവരത് മറ്റു പല ദേശങ്ങളിൽ എത്തിക്കുകയും ചെയ്തു. കോഴിക്കോടിൻ്റെ ഒരു സൽപ്പേര് അങ്ങനെ മറ്റു പല മേഖലകളിലെത്തി. ഈ വ്യാപാരികൾ ഗ്രീക്കുകാരാണെന്നും അറബികളാണെന്നൊക്കെയുള്ള വാദങ്ങളുണ്ട്. എന്തു തന്നെയാലും കോഴിക്കോട് വ്യാപാരം ഫ്ലറിഷാവുകയും ലോകത്തിലെ തന്നെ വ്യാപാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നഗരമായി കോഴിക്കോട് മാറുകയാണ് ഉണ്ടായത്. മറ്റൊരു കഥയിൽ, അന്ന് പല തുറമുഖങ്ങൾ തമ്മിൽ വ്യാപാരത്തിൽ മത്സരമാണ്. ഈ കഥയിൽ പറയുന്ന ആളുകൾ, വ്യാപാരികൾ അറബികളാണ്. അറബികൾ എല്ലാ തുറമുഖങ്ങളെയും ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവർ അച്ചാർ നിറച്ച ഭരണികൾ, അതിൽ സ്വർണം വെക്കുകയും ഒളിപ്പിച്ചു വെക്കുകയും അച്ചാറുകളാണെന്ന വ്യാജേന എല്ലാ തുറമുഖത്തും ഏൽപ്പിക്കുകയും ചെയ്തു. കുറേ മാസങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വരികയും എല്ലാ തുറമുഖത്തു നിന്നും അത് കളക്ട് ചെയ്യുകയും ചെയ്തു. അതിൽ പല തുറമുഖത്തു നിന്നും, കോഴിക്കോട് ഒഴികെ പല തുറമുഖത്തു നിന്നും കളക്ട് ചെയ്ത ഭരണികളിൽ അച്ചാറിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്വർണ്ണ നാണയങ്ങൾ കുറവായിരുന്നു. പക്ഷേ കോഴിക്കോടിൽ ഏൽപ്പിച്ച എല്ലാ ഭരണികളിലും സ്വർണ്ണ നാണയങ്ങൾ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ സന്തുഷ്ടരായ അറബികൾ പിന്നീട് കോഴിക്കോടുമായി മാത്രം വ്യാപാരം നിലനിർത്തുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ പ്രവൃത്തി അല്ലെങ്കിൽ ഈ സത്യസന്ധത പിന്നീട് ലോകത്തിലെ മറ്റു പല സ്ഥലങ്ങളിലേക്കും വ്യാപാരികളിലേക്കും എത്തുകയും അതുവഴി കോഴിക്കോടിൻ്റെ വ്യാപാരം അഭിവൃദ്ധിപ്പെടുകയും ചെയ്തു എന്നതാണ് രണ്ടാമത്തെ കഥ. ഈ കഥകളിൽ പറയുന്ന ഈ സത്യസന്ധതയും ധാർമ്മികതയൊക്കെ പറ്റി പറയുന്നത് കേരളോൽപ്പത്തി പോലെയുള്ള ചരിത്രപരത അത്ര ഇല്ലാത്ത ചില പുസ്തകങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ചരിത്രകാരന്മാരും ഇത് അംഗീകരിക്കുന്നില്ല. എങ്കിലും ചരിത്രത്തിൻ്റെ പിൻബലവും ഉള്ള ചില രേഖകളുണ്ട്. ഇബിൻ ബത്തൂത്തയെ പോലുള്ള സഞ്ചാരികൾ രേഖപ്പെടുത്തിയ ചില വസ്തുതകളുണ്ട്. അന്നത്തെ കോഴിക്കോടിൻ്റെ ഭരണാധികാരിയെ, സാമൂതിരിയെ സത്യസന്ധന എന്നും അതേപോലെ നിർഭയമായി ജീവിക്കാൻ പറ്റുന്ന നഗരവുമായിട്ട് കോഴിക്കോടിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു ബത്തൂത്ത എഴുതിയ ഒരു കാര്യം, ലോകത്തിലെ അദ്ദേഹം കുറേ നഗരങ്ങളൊക്കെ സന്ദർശിച്ചിട്ടാണ് കോഴിക്കോട് വരുന്നത്. മറ്റു നഗരങ്ങളിലൊന്നും ഇല്ലാത്തൊരു കാര്യം കോഴിക്കോടിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. മറ്റ് നഗരങ്ങളിലൊക്കെ കപ്പലടിഞ്ഞാൽ അല്ലെങ്കിൽ കപ്പൽ എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ കാലാവസ്ഥയിൽ തകരുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ തീരത്ത് അടിയുന്ന അതിലെ ചരക്കുകൾ അത് ഭരണാധികാരി എടുക്കുകയാണ് പതിവ്. അതായത് പൊതുഖജനാവിലേക്ക് മുതൽ കൂട്ടുകയാണ് പതിവ്. എന്നാൽ കോഴിക്കോട് അതങ്ങനെയല്ല. അത് ഭരണാധികാരി സൂക്ഷിക്കുകയും ഇനി കപ്പലിനോടൊപ്പം ആ സമയത്ത് തന്നെ വ്യാപാരികൾ എത്തുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുകയും ഇനി അഥവാ പിന്നീടാണ് വരുന്നതെങ്കിൽ അവർക്ക് അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പതിവ്, ഒരു വ്യാപാര മര്യാദ കോഴിക്കോട് ഉണ്ടായിരുന്നു എന്ന് ഇബ്നു ബത്തൂത്ത എഴുതിയിട്ടുണ്ട്. അതുപോലെ കോഴിക്കോടിൻ്റെ മണ്ണിൽ കുറേ കമ്മ്യൂണിറ്റികൾ, വ്യാപാരത്തിനായി വന്ന പലരും ഇവിടെ തന്നെ മാസങ്ങളോളം തമ്പടിക്കാറുണ്ടായിരുന്നു. അവർക്കൊക്കെയുള്ള നിയമങ്ങൾ
ഈ രാജ്യത്തിൻ്റെ നിയമമായിരുന്നില്ല അവരിൽ അടിച്ചേൽപ്പിച്ചിരുന്നത്. അവരെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ വ്യാപാര ഏത് രാജ്യത്താണോ അല്ലെങ്കിൽ ആ ഏത് കമ്മ്യൂണിറ്റി ആണോ അവരുടെ നിയമങ്ങൾ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി രാജാവ് അനുവദിച്ചിരുന്നു. ഇതും കോഴിക്കോടിൻ്റെ വ്യാപാരം ഫ്ലറിഷ് ചെയ്യാനുള്ളൊരു കാരണമാണ്. നമ്മൾ ഇന്നത്തെ ഇത് വെച്ച് ആധുനിക ലോകത്തെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണൊക്കെ പോലെയുള്ളൊരു സംവിധാനമാണത്. അതുപോലെ തന്നെ വ്യാപാരം ഫ്ലറിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കർക്കശമായ നിയമങ്ങളും സാമൂതിരി നടപ്പിലാക്കിയിരുന്നു. മോഷണം, പിടിച്ചുപറി, അതുപോലുള്ള അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷകളും അതൊക്കെ തടയാൻ വേണ്ടിയുള്ള നടപടികളും സാമൂതിരി സ്വീകരിച്ചിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് 16ാം നൂറ്റാണ്ടിലൊക്കെ വിശ്വസ്തരുടെ നഗരം, അതുപോലെ സമാധാനത്തിൻ്റെ നഗരം എന്നൊക്കെ പേര് കോഴിക്കോടിന് ലോകചരിത്രത്തിൽ നേടാനായത്. ഈ മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കോഴിക്കോടിൻ്റെ സത്യത്തിൻ്റെ നഗരം എന്നൊക്കെയുള്ള പേര് പിന്നീട് ആധുനിക ലോകത്ത് കൊണ്ടു നടക്കുന്നത് അല്ലെങ്കിൽ നിലനിർത്താൻ സഹായിച്ചിരുന്നത് കോഴിക്കോട്ടെ ഓട്ടോക്കാരാണെന്ന് സാധാരണ പലരും എഴുതിയിട്ടുണ്ട്. കോഴിക്കോട്ടെ ഓട്ടോക്കാരുടെ സത്യസന്ധതയും മര്യാദയും ഒക്കെ പ്രശസ്തമാണ്. എങ്കിലും ലോകത്തിലെ മറ്റു പല നഗരങ്ങളിൽ എന്ന പോലെ ഈ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് നിലനിർത്താൻ വേണ്ടി കോഴിക്കോട് സത്യത്തിൻ്റെ ചത്തുരം എന്ന പേരിലോ അല്ലെങ്കിൽ സ്ക്വയർ ഓഫ് ട്രൂത്ത് എന്ന പേരിലൊക്കെ ഒരു സ്ഥലം യഥാർത്ഥത്തിൽ സ്ഥാപിക്കേണ്ടതാണ്. അത് നൽകുന്ന സന്ദേശം വലുതായിരിക്കും. ഭരണാധികാരികളും വ്യാപാരികളും ഒക്കെ പഴയ ആ സത്യസന്ധതയും ധാർമ്മികതയൊക്കെ തുടരാൻ വേണ്ടി ഇതൊരു കാരണമായേക്കാം. മറ്റൊരു കൗതുകപൂർവമായി കാണുന്നവരെ നമസ്കാരം.